ശ്രീമതി ലുധിയ ഫെർണാണ്ടസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ലുധിയ ഈ കോറോ ഹെൽത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയാണ്, തൊഴിൽ നഷ്ടമായ ജീവനക്കാരിയാണ്. ലുധിയയുടെ അനുഭവങ്ങൾ പറയാം. ലുധിയ, ഒരു ദിവസം രാവിലെ എത്തുമ്പോൾ നിങ്ങളെ പിരിച്ചുവിടുകയായിരുന്നു. എത്ര വർഷമായി ലുധിയ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു? ഞാൻ 1.5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ലെറ്റർ വായിക്കുന്നു, നിങ്ങൾ ഇനി ഇവിടെ തുടരാൻ അനുവദിക്കുന്നതല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് തീർത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചത് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നാളെ ഇനി എന്ത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് അതിലല്ല നമുക്ക്, നമ്മൾ അതിനല്ല ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് നാളെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് മറ്റു ഫീൽഡുകളെ പോലെ അങ്ങനത്തെ ഒരു ഇതല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ പോകണമെന്നുണ്ടെങ്കിലും ഇവൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാരും തന്നെ ഒരു കുറച്ച് പേരൊക്കെ വേറെ ലൊക്കേഷൻസ്, അതായത് ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ എന്നൊക്കെ ഓൾറെഡി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് മറ്റു പല കമ്പനീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് അല്ലാതെ റീലൊക്കേറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇനി ഒരു അങ്ങോട്ട് തിരിച്ചു പോക്കല പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉത്തരവില്ല. അതും ഒന്നും രണ്ട് വ്യക്തികളല്ല, 800 വ്യക്തികളാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനൊരു ഉത്തരവില്ല. ഇപ്പൊ നാളെ ഇനി നമ്മള് വേറൊരു കമ്പനി പോയി കഴിഞ്ഞാലും ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കമ്പനിയിലെ ഒരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോലും ജോലി കിട്ടുമെന്ന കാര്യം പോലും എനിക്കും തീർത്തും പറയാൻ മടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കോർ ഹെൽത്ത് എന്ന കമ്പനി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത കേരളയിലുള്ള എംപ്ലോയീസിനെ അവർക്ക് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല ന്യൂസ് ചാനലിലും കേട്ടതാണ്, ഇപ്പൊ നമ്മളും പറയുന്ന ഒരു കാര്യമാണ്, പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതായത് മറ്റു പല സ്റ്റേറ്റിലുള്ള അടുത്ത് ഇപ്പോഴും ഹയറിംഗ് നടക്കുന്നുണ്ട്, ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം അവിടെ പോലും നമുക്ക് കേരളയിലുള്ള കുട്ടികൾക്ക് അവിടെ വേക്കൻസീസ് അലോ ചെയ്യുന്നില്ല ശരിക്കും. അപ്പൊ നമ്മളിപ്പം കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവർ പറയുന്നത് ബിസിനസ് ലോസും അതേപോലെ തന്നെ ചാർട്ട് വോളിയം ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മളിപ്പം അനലൈസ് ചെയ്യുന്നത് മെഡിക്കൽ ചാർട്ട്സ് ആണ്. അപ്പം അതില് നമുക്ക് ചില സമയത്ത് ചാർട്ട് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ ചാർട്ട് ഇല്ലാതെ ഒരു മാസത്തോളം നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ട്. വെറുതെ ട്രെയിനിങ്ങും കാര്യങ്ങളും പല പല പ്രോജക്ട്സ് നമ്മൾ മാറി ചെയ്തിട്ടുണ്ട്. അപ്പം പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ നമ്മൾ ആ ഒരു ടൈം മെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും പോയി വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ പോലും നമുക്കൊരു സൂചന, ഒരു നോട്ടീസ് പീരീഡിനകത്തുള്ള ഒരു സൂചന നമുക്ക് തന്നിരുന്നുവെങ്കിൽ നമുക്ക് മറ്റു പല വഴികളും നമുക്ക് തേടാമായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു റൂമർ എന്നുള്ള രീതിയിൽ പോലും ഇങ്ങനെ ഒരു രീതി വരുന്നുണ്ട്. ഇങ്ങനെ മേ ബി ഒരു കൊച്ചി ലൊക്കേഷൻ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പലർക്കും, ഞാനിപ്പം മാരീഡ് അല്ല, ഇപ്പം മാരീഡ് ആയിട്ടുള്ള പല ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ആണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഇനി അവരത് റിസൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇനി പോയി ഇനി അടുത്തൊരു കമ്പനിയിൽ പോകുമ്പം അവര് ഫേസ് ചെയ്യാൻ പോകുന്ന പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ലൊക്കേഷൻസ് ആയിരുന്നാൽ പോലും അപ്പം അതവർക്ക് പറയാമായിരുന്നു. അപ്പം ഈ ഒരു ബിസിനസ് ലോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റ്സിൽ ഹയറിംഗ് നടക്കുന്നു? അപ്പം അതിനുള്ള ഒരു ചോദ്യം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ ഹയർ അതോറിറ്റീസിൽ നിന്നും ഇതുവരെയും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അവര് 10-ാം തീയതി വരൂന്ന് പറഞ്ഞു. നമുക്ക് സംസാരിച്ചാൽ മാത്രമേ അതിന്റെ ക്ലിയർ എവിഡൻസ് കിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടാം. അതൊരു എംപ്ലോയി എന്ന നിലയ്ക്ക് നമ്മുടെ റൈറ്റ് ആണ്, അത് കിട്ടണം. പിന്നെ ചാർട്ട് വോളിയം നമ്മൾ ചെയ്യുന്ന സെയിം പ്രോജക്ട്സ് ആണ് ഈ പറയുന്ന ചെന്നൈ, കോയമ്പത്തൂർ ലൊക്കേഷൻസ് എല്ലാവരും തന്നെ ചെയ്യുന്നത്. അപ്പം അവർക്ക് ചാർട്ട് വോളിയം ഉണ്ട്. കേരളത്തിലുള്ളവർക്ക് മാത്രം ചാർട്ട് വോളിയം ഇല്ല. അവിടുത്തെ കേരള എക്സ്പെൻസസ് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും പെർഫോമൻസ് ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്തുകൊണ്ട് മറ്റു ലൊക്കേഷൻസ് നിന്നും ഇവിടെ 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള കോഡേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി നിരവധി ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതാണ് ഈ ലുധിയ, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ അടക്കമുള്ള രോഗികളുടെ പല വിവരങ്ങളും ഈ കോഡിങ്ങിലൂടെ അത് ശേഖരിക്കുക, അതിൻ്റെ പ്രോസസ്സാണല്ലോ നിങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ സ്ലോട്ട് കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? അതെന്താണ് അതിൻ്റെ കാരണം? അതൊന്ന് ഞങ്ങൾക്ക് പുറത്തുള്ളവർക്ക് അറിയുന്ന ഭാഗത്തിലൊന്ന് പറയാമോ?
അതായത് നമുക്കിപ്പം എനിക്കറിയുന്ന വെച്ചിട്ട് ഞാൻ പറയാണ്. അതായത് ഇപ്പൊ നമ്മൾ മെഡിക്കൽ ചാർട്ട്സ് അവിടുത്തെ പേഷ്യൻസിന്റെ ചാർട്ടാണ് അനലൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അത് ഉം. ജസ്റ്റ് കോഡാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഇൻഷുറൻസിനോട്ട് കൈമാറി അങ്ങനെയാണ് അപ്പ് ലെവൽ ആയിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മൾ ക്ലയന്റിനെ മേടിക്കും. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. അപ്പം എല്ലായിടത്തും സെയിം പ്രോജക്ട്സ് ആയിരിക്കും. ചില കമ്പനീസിൽ വേറെ വേറെ പ്രോജക്ട്സ് ആയിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോറോ ഹെൽത്ത് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് MA പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ആണ്. അപ്പം അത് എല്ലായിടത്തും ഉണ്ട്. അപ്പം നമുക്ക് മാത്രം കേരളയിലുള്ള എംപ്ലോയീസിന് മാത്രം അത് കൊടുക്കാൻ സാധിക്കാത്ത വോളിയം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഇത്രയും നാളും നമുക്കിപ്പം ഇതിനു മുന്നേ തന്നെ ടെർമിനേഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പം 15 പേര് അല്ലെങ്കിൽ 5 പേര് 2 പേര് ഇങ്ങനെ ഒരുപാട് ടെർമിനേഷൻസ് ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. സ്പോട്ട് ടെർമിനേഷൻസ് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ തുടരാൻ പറ്റില്ല. അത് ബേസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് ബേസ് ചെയ്തിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ നമുക്ക് GP PIP എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പെർഫോമൻസ് ലോ ആവുമ്പോൾ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയാസിലോട്ട് നമ്മളെ ഇടും. അപ്പം ആ ഒരു രീതിയിൽ ആണ് ഇത് പോയിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു. അതായത് പെർഫോമൻസ് ബേസിസിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ആകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ എങ്കിലും ചെയ്യാമായിരുന്നു.